നമസ്കാരം. ജോർജ് കുട്ടിയും റാണിയും മക്കളും പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയതാണ്. ഇതെപ്പോഴാണ് തീയതി? ഇവർ ശരിക്കും ധ്യാനത്തിന് പോയത് ഓഗസ്റ്റ് 2-നാണോ 3-നാണോ? ജിത്തു ജോസഫിൻ്റെ ദൃശ്യം സിനിമയിൽ മോഹൻലാലും കുടുംബവും ധ്യാനത്തിന് പോയ കഥ ഒരുവിധം മലയാളികൾക്കൊക്കെ അറിയാം. ഞാനിപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. 2-ാം തീയതിയാണോ 3-ാം തീയതിയാണോ? ശരിക്കും പോയത് 3-ാം തീയതിയും നമ്മൾ തോന്നിപ്പിച്ചത്, അവിടുത്തെ പോലീസുകാർ തോന്നിപ്പിച്ചത് 2-ാം തീയതിയും ആണെന്ന് അറിയാത്ത മലയാളികളില്ല. അന്ന് നടന്ന സംഭവം ഇപ്പോൾ വീണ്ടും ആ യാത്രയ്ക്ക് ഒരു പ്രസക്തി കൈവന്നിട്ടുണ്ട്. ധ്യാനം കൂടാൻ പോയി എന്ന് പറഞ്ഞുള്ള ആ വ്യാജ കഥ, ആ തീയതിയിലെ കഥ പൊളിയുമോ എന്ന സംശയം ദൃശ്യം 3 എന്ന 3-ാം ഭാഗത്തിലൂടെ, അത് വരാൻ പോകുന്ന ആ സിനിമയിലൂടെ വീണ്ടും ആകാംക്ഷ ഉണ്ടാക്കുന്ന ചർച്ചയായി മാറി. 3-ാം ഭാഗത്തിൻ്റെ ടീസർ ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ നമുക്ക് ദൃശ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യം ജോർജ് കുട്ടി ആൻഡ് ഫാമിലിയെക്കുറിച്ച് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് കത്തുന്ന ഒരു കാര്യമുണ്ട്. കുടുംബം ചെയ്യുന്നൊരു കൊലപാതകവും അത് ഒളിപ്പിച്ചു വെക്കാൻ, കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള ദൗത്യം ഏറ്റെടുത്ത ആ ശശിയുടെയും കഥ. ആ സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മൊത്തത്തിലൊരു കുറ്റവാളികളുടെ സംഘം തന്നെയാണ് ആ കുടുംബം എന്ന്. ദൃശ്യം 3 വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ആ കാര്യത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് കടക്കാം. കുറ്റകൃത്യത്തിൻ്റെ ഒരു കൂട്ടം, ഒരു കുടുംബം, 4 പേരടങ്ങുന്ന കുടുംബം. ഇടുക്കി ജില്ലയിലെ രാജാക്കാട് കേബിൾ TV സ്ഥാപനം നടത്തുന്ന ജോർജ് കുട്ടിയുടെ കുടുംബം, അതാണ് ജോർജ് കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാര്യ റാണി, മക്കൾ അഞ്ജു, അനു. 4-ാം ക്ലാസ്സുകാരനാണ്. 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ജോർജ് കുട്ടി. മൂപ്പര് പത്രം വായിക്കില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ വലിയ താല്പര്യമില്ല. ആ പ്രായത്തിലുള്ള മറ്റു ഭൂരിഭാഗം പേരെയും പോലെ ചുറ്റുപാടുകളോട് തുറന്ന സമീപനമല്ല, കുടുംബത്തിലാണ് തുറന്ന സമീപനം. രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങളിൽ അധികം തൽപരനല്ല. ഞാൻ, എൻ്റെ കുടുംബം, ഇതാണ് സെൽഫിഷ് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനം. ആകെയുള്ളൊരു കാര്യം, സിനിമയ്ക്ക് പോകും. സിനിമ കാര്യമായി സ്വാധീനിച്ച ആളാണ്. അനാഥനായാണ് വളർന്നത് എന്ന് പറയപ്പെടുന്നതല്ലാതെ കാര്യമായ ഭൂതകാലം എന്താണ് എന്ന വിശദാംശം എവിടെയുമില്ല, ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കെ ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ഒരു രാത്രി വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു. വരുൺ പ്രഭാകർ. മകളുമായുള്ള പരിചയത്തിൻ്റെ പേരിൽ അവൻ മകളെയും അമ്മയെയും നോട്ടമിടുമ്പോൾ അസാധാരണ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. പ്രതിരോധത്തിനിടെ അയാൾ കൊല്ലപ്പെട്ടു. പിന്നാലെ ജോർജ് കുട്ടി എത്തി ആ കൊലപാതകത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നു. സമാനാണ് മോഹിനിയാട്ടത്തിലെയും കഥ. ആ ശ്രമമാണ് ദൃശ്യം എന്ന സിനിമ. പിന്നീടുള്ള ഭാഗം, 2-ാം ഭാഗം മുഴുവൻ പോലീസിൻ്റെ അന്വേഷണവും ജോർജ് കുട്ടിയുടെ വഴുതിക്കൊണ്ടുള്ള രക്ഷപ്പെടലും ആണ്. സ്വാഭാവികമായും 3-ാമത്തെ ഭാഗവും അതുതന്നെ ആയിരിക്കും. ഈ കുറ്റകൃത്യത്തിൻ്റെ തെളിവ്, ബോഡി കണ്ടെത്തുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കൊന്നത് ഇയാളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ എങ്ങനെ അത് തെളിയിക്കും എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ദൃശ്യം സിനിമയും ജിത്തു ജോസഫും പലപ്പോഴും മാധ്യമ ചർച്ചകളിലടക്കം പ്രതിക്കൂട്ടിലാക്കപ്പെട്ട സാഹചര്യമുണ്ട്. നമുക്ക് അതാണ് അടുത്തതായി നോക്കാനുള്ളത്. 3 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി പറയേണ്ടത്. അതിലൊന്ന്, പല കുറ്റകൃത്യങ്ങളിലും സ്വീകരിക്കുന്ന രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളുടെ പേരിലാണ്. ഉദാഹരണത്തിന്, കൊലപാതക ശേഷം അയാളുടെ മൊബൈൽ ഫോൺ വേറെ വാഹനത്തിൽ വെച്ച് പോലീസിൻ്റെ ശ്രദ്ധ തിരിക്കുക. പിന്നീട് പോലീസ് ആ മൊബൈൽ ഫോൺ ചേസ് ചെയ്ത് പോകുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകും. യഥാർത്ഥത്തിൽ കുറ്റകൃത്യം നടന്നതും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നതും മറ്റൊരു കേന്ദ്രത്തിലായിരിക്കും. തെളിവ് കൃത്രിമമായി ഉണ്ടാക്കുക, തെളിവ് നശിപ്പിക്കുക. ഇപ്പോൾ വാഹനം ക്വാറിയിൽ തള്ളിയ സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചാനലുകളിലും പിറ്റന്നാളത്തെ പത്രങ്ങളിലും അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നാൽ വാർത്ത വരും. എന്താ, ദൃശ്യം മോഡൽ കൊലപാതകം എന്ന തലക്കെട്ട് വരും. ഇതാണ് ജിത്തു ജോസഫ് ആ ഘട്ടത്തിലൊക്കെ വിമർശിക്കപ്പെടുകയും ഇങ്ങനെ ഈ സിനിമയുടെ പേരിൽ ഓർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു കാര്യം. 2-ാമത്തേത്, ജോർജ് കുട്ടി എന്ന കുറ്റവാളി രക്ഷിക്കാനുള്ള ശ്രമം ന്യായമാണോ എന്ന ചോദ്യമാണ്. നിയമവിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം നിരന്തരം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. അതിൽ കുറേ യുക്തി ഉണ്ട് താനും. ഒരു കുറ്റകൃത്യം, പ്രത്യേകിച്ചും കൊലപാതകം ചെയ്തിട്ട് അത് നിയമത്തിൻ്റെ മുന്നിൽ മറച്ചു വെക്കുകയും ആ കുറ്റകൃത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ അടക്കം വില്ലത്തരത്തിൻ്റെ വക്താക്കളാക്കുകയും അത് ചെയ്തയാളെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന്. കുറ്റകൃത്യം അത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കൊലപാതകം അത് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായാലും ശരിയല്ല എന്നുള്ളതാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത്. അതാണ് ഇവിടെ പൊളിക്കുന്നത്. സിനിമയിൽ ചെയ്യുന്നത് അങ്ങനെ ഒരാളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് 3-ാമത്തെ പ്രശ്നം വരുന്നത്. എന്തിന് കുറ്റകൃത്യം ചെയ്തു എന്ന് ദൃശ്യം അനുകൂലികളുടെ വാദം. അതാണ് ഈ വിവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. നിയമപരമായി തെറ്റാകുമ്പോൾ തന്നെ ധാർമ്മികമായി ആ കുറ്റകൃത്യം ശരിയാകുന്നു എന്ന വാദം. 2 സ്ത്രീകളുടെ ജീവിതം തകർക്കുന്നതിനായി ശ്രമിച്ച് ഒരു കുറ്റവാളിയോട് പ്രതിരോധിച്ചു നിൽക്കുമ്പോൾ സംഭവിച്ച
ഒരബദ്ധം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം. സ്വയം രക്ഷയ്ക്കുള്ള ശ്രമത്തിനിടയിൽ നടന്ന ആ കുറ്റകൃത്യം അതുകൊണ്ട് തന്നെ ധാർമ്മികമായി ശരിയാണ് എന്ന വാദമാണ് ആ ഭാഗത്ത്. അല്ലെങ്കിൽ വരുൺ പ്രഭാകർ 2 ജീവിതങ്ങളെ പൊതുമധ്യത്തിൽ വലിച്ചു കീറി കൊല്ലുന്നതിന് തുല്യമായ കൊലപാതകം അയാൾ നടത്തിയേനെ എന്നതാണത്. ഭൂരിഭാഗം പ്രേക്ഷകരും സിനിമ കണ്ട സമൂഹവും ആ വാദത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ജിത്തു ജോസഫ് അവതരിപ്പിച്ചതുപോലെ ജോർജ് കുട്ടി ഒരു ഹീറോയായി മാറിയതിലൂടെ തെളിയിച്ചത്. ജിത്തു ജോസഫ് ശരിയാണ് എന്ന് ഭൂരിപക്ഷ സമൂഹം വിശ്വസിക്കുന്നു എന്നതാണ്. എങ്കിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ചെയ്യിച്ച കുറ്റകൃത്യം അയാളെയും വേട്ടയാടുന്നുണ്ടാകണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ സിനിമയിലും ആ കുറ്റകൃത്യത്തിൻ്റെ പിന്നാലെ പോകാനും അത് സമൂഹത്തിന് മുന്നിൽ അയാൾ ചെയ്തതാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നതിൻ്റെ അടുത്തെത്തിക്കാനും ജിത്തു ജോസഫ് ശ്രമിക്കുന്നത്. അപ്പോഴും അയാൾ എന്തിനാണ് ചെയ്തത് എന്ന ഭാഗം അയാളെ ന്യായീകരിക്കാൻ അവിടെ നിരത്തുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ 3-ാം ഭാഗത്തിൽ ഇനി അത് പിടിക്കപ്പെടുമോ, അതിന് ശേഷമുള്ള കഥയാണോ എന്ന ആകാംക്ഷകളാണ് ബാക്കിയാവുന്നത്. ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് ഒരു 4-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ഇങ്ങനെ അങ്ങ് രക്ഷപ്പെടാനാകുമോ എന്നതാണ് സിനിമ നേരിട്ട മറ്റൊരു ചോദ്യം. ജോർജ് കുട്ടിയെ അതിനും മാത്രം ഒരുക്കി നിർത്തുന്നുണ്ട് ജിത്തു. അതിനുള്ള ന്യായങ്ങൾ അതിൽ വരുൺ പ്രഭാകറിൻ്റെ അമ്മയെ കൊണ്ട് തന്നെ പിന്നീട് മെല്ലെ മെല്ലെ ബോധ്യപ്പെടുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കുറ്റകൃത്യത്തെ കുടുംബത്തിന് പുറത്ത് വിശാല മാനവിക വീക്ഷണത്തിൽ കാണാനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ല ജോർജ് കുട്ടി എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പൊതുസമൂഹത്തിലുള്ള ഏതെങ്കിലും ധാർമ്മികതയല്ല അയാളെ നയിക്കുന്നത്. പകരം അയാളുടെ ലക്ഷ്യങ്ങളാണ്. അതുവഴി അയാളിൽ കുറ്റബോധമോ അധാർമികതയെക്കുറിച്ചുള്ള ആലോചനകളോ ഒരു അലോസരമായി ഉയരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് പ്രശ്നമില്ല. ഒറ്റ പോക്കാണ്. നമ്മളൊരു കാര്യം പറയില്ലേ, ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാവും, ഒന്നുകിൽ നിന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറയുന്നില്ല. അയാളുടെ ലക്ഷ്യത്തിലേക്ക് അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയും 2 മക്കളുമുള്ള കുടുംബത്തിൻ്റെ നാഥനായിരിക്കുമ്പോഴും സാമൂഹ്യ വീക്ഷണം തെല്ലുമില്ല എന്ന് ആദ്യം തന്നെ സ്ഥാപിക്കുന്നുണ്ട് അദ്ദേഹം ജിത്തു ജോസഫ്. ഒരു ദിവസം ഡൈനിങ് ടേബിൾ സംഭാഷണത്തിനിടെയുള്ള സംഭവം മതി അത് നമുക്ക് മനസ്സിലാക്കാൻ. തൊടുപുഴ, സിനിമ, ബിരിയാണി, ഐസ്ക്രീം എന്നീ മോഹങ്ങളൊക്കെ അവതരിപ്പിച്ച ഭാര്യയോടും മക്കളോടും അദ്ദേഹം തർക്കിക്കുന്നുണ്ട്. ടൂർ പോകാനുള്ള സാമ്പത്തിക പ്രശ്നത്തെ മറികടക്കാൻ ഭാര്യമാർ വീട്ടിൽ കഴിയേണ്ടവരാണ് എന്ന് സമർത്ഥിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ സ്ത്രീപക്ഷബോധം എത്രമാത്രം പിന്നിലാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ആ ന്യായം അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഒരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം വീടിനകത്താണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ദുരിതവും കഷ്ടപ്പാടൊന്നും പറയലല്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മനസ്സ് വേണം. നീ ഇതൊക്കെ ആ സംയുക്തയെ കണ്ടു പഠിക്ക് എന്ന് പറഞ്ഞ് സിനിമാ നടി സംയുക്ത വർമ്മയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ബിജു മേനോൻ്റെ ഭാര്യ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആ കുട്ടി വിവാഹം കഴിച്ചു, ഇന്ന് അവർ നല്ലൊരു ഭാര്യയായി അമ്മയായി ജീവിക്കുന്നു, കണ്ടു പഠിക്ക് എന്ന്. അതിനൊപ്പം അയാളിലേക്ക് കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പ വഴികൾ അയാളുടെ സിനിമാ ഭ്രാന്താണ് എന്ന് സ്ഥാപിക്കാൻ കൂടി ജിത്തു ജോസഫിന് കഴിയുന്നുണ്ട്. സിനിമയുമായി ബന്ധം സ്ഥാപിക്കാൻ പല കിങ്ങിലെ മമ്മൂട്ടിയുടെ ഡയലോഗൊക്കെ ഇടക്കിടക്ക് കാണാപ്പാടം പറയിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 2-ന് പാറേപ്പള്ളിയിലെ ധ്യാനത്തിന് പോയ കഥയാണ് സിനിമയിലെ മിത്തിക്കൽ സ്വഭാവത്തിലേക്ക് ഉയർത്തിയ മറ്റൊരു പരാമർശം. ഒരുപാട് സാമൂഹ്യ സാഹചര്യങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. ആ പ്രയോഗം തന്നെ നമുക്കെല്ലാം അറിയാം. ജോർജ് കുട്ടി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിർമ്മിച്ചെടുത്തൊരു സംഭവം. കുറ്റകൃത്യം നടന്ന തീയതിയിൽ ഓഗസ്റ്റ് 2-ന് പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയതിൻ്റെ തെളിവുകൾ സിനിമാ തിയേറ്റർ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ്, ഐസ്ക്രീം പാർലർ, ബിരിയാണി, ഹോട്ടൽ, ബസ്സിലെ ടിക്കറ്റ് ഒക്കെ അദ്ദേഹം നിർമ്മിച്ചെടുത്തു. ഒരു ഡേറ്റിന് ഇപ്പുറത്ത് നടന്ന കഥകളെ മറ്റൊരു ദിനത്തിലേക്ക് പറിച്ചു നട്ട് ഫേക്കായി അയാളുടെ തെളിവുകളുണ്ടാക്കി. ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച ജോർജ് കുട്ടിയും കുടുംബവും പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയ കഥയാക്കി. പിറ്റേന്ന് വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് തിരിച്ചെത്തിയ കഥയാക്കി. 3-ാം തീയതിയിലെ സംഭവങ്ങളെ പുനർനിർമ്മിച്ചു എന്നർത്ഥം. അതുപോലെ പോലീസിനും നാട്ടുകാർക്കും മുന്നിൽ അത് ആവർത്തിച്ചു. അവരത് വിശ്വസിച്ചു. അത് പിന്നീട് മലയാളികൾ നിത്യോപയോഗത്തിലേക്ക് എടുത്ത പ്രയോഗം തന്നെയായി മാറി. എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, പിടിക്കപ്പെട്ടാൽ, നീ പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയതായിരിക്കും എന്ന് കള്ളം പറയുന്നവരോട് തിരിച്ചടിക്കാനുള്ള പ്രയോഗമായി അത് മാറി. പിന്നീട് അതേ പേരിൽ ഒരു സിനിമ വരെ അനൗൺസ് ചെയ്തതായി കേട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 2 പാറേപ്പള്ളിയിലെ ധ്യാനം എന്ന പേരിൽ അമ്പാടി ദിനിൽ എഴുതി സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു. അത് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ മനസ്സിൽ പതിഞ്ഞൊരു പ്രയോഗമായി അത് മാറി എന്നർത്ഥം. ദൃശ്യം 3 എത്രത്തോളം നമ്മളെ സ്വാധീനിക്കും അല്ലെങ്കിൽ ഒരു ആസ്വാദ്യത നൽകും, 1ഉം 2ഉം പോലെ മികവ് പുലർത്തുമോ എന്ന് ആശങ്കപ്പെടുന്നവർ ഒരുപാടാണ്. അതിന് കാരണം ജിത്തുവിൻ്റെ ഒടുവിലെത്തിയ ചില സിനിമകളാണ്. 2023-ൽ നേര് ആണ് ശക്തമായ സിനിമയായി അദ്ദേഹം മോഹൻലാലിനെ കഥാപാത്രമാക്കി കൊണ്ടുവന്നത്. എന്നാൽ പിന്നീടെത്തിയ നുണക്കുഴിയും വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും ജിത്തുവിൻ്റെ നിലവാരത്തിൽ അനുസരിച്ച് ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം അപർണ ബാലമുരളി, ആസിഫ് അലി തുടങ്ങിയവരെ അണിനിരത്തിയെടുത്ത മിറാഷ്, ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കിയ വലതുവശത്തെ കള്ളൻ തുടങ്ങിയ സിനിമകളൊക്കെ ജിത്തു ജോസഫിൻ്റെ പതിവ് നിലവാരത്തിന് താഴെ പോയി എന്നുള്ളത് വസ്തുതയാണ്.
അതിൻ്റെ തുടർച്ചയായി ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം വരുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ ഉയർത്തുന്നവരാണ് കൂടുതലും. ജിത്തുവിൻ്റെ വെടി കഴിഞ്ഞു എന്ന ട്രോളുകൾ പലയിടത്തും കാണാം. എന്നാൽ ജിത്തുവിൻ്റെ സിനിമകളെല്ലാം ദൃശ്യത്തിൻ്റെ ചില റീമേക്കുകൾ ഒഴികെ എല്ലാം നന്നായി കണ്ടൊരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് തിരിച്ചാണ്. ജിത്തു ജോസഫ് കംപ്ലീറ്റ് സിനിമാക്കാരനാണ്. മികച്ച പ്ലോട്ടും കഥാപാത്രങ്ങളും ജിത്തുവിൻ്റെ സിനിമകളെ വല്ലാതെ ഉയർത്തും. ജോർജ് കുട്ടിയും ടീമും ആ കഥാ പശ്ചാത്തലവും വരുമ്പോൾ ആ ഒറിജിനൽ ജിത്തു ജോസഫ് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷയാണ്. അത് കാക്കപ്പെടുമോ എന്ന് സിനിമ വന്നാലേ അറിയൂ. എന്തായാലും ടീസറിൽ സൂചനകൾ വെച്ച് മൂന്നാമത്തെ ഒരു അനുഭവം മോശമാകാൻ തരമില്ല എന്ന് തന്നെയാണ് ഊഹിക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം ഈ സിനിമകളുടെ റീമേക്കുകളാണ്. ദൃശ്യം റീമേക്കുകൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 1/2 ഡസനിലകം അധികം ഭാഷകളിലേക്ക് ദൃശ്യത്തിൻ്റെ ഓരോ പതിപ്പും റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോന്നും അവിടങ്ങളിലെല്ലാം വൻ വിജയമായി. പുതിയ കാലത്ത് റീമേക്കുകളുടെ പ്രസക്തി ഒരു പരിധിവരെ ഇല്ലാതായിട്ടുണ്ട്. വൈഡ് റിലീസിങ്ങും ഒപ്പം OTT അടക്കമുള്ള സങ്കേതങ്ങളും ഭാഷയുടെ അതിരുകൾ കടന്ന് സിനിമയെ ഓരോ ഇടത്തും എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഒരു പ്രാദേശിക ഭാഷയിൽ വിജയിച്ചു എന്നുകൊണ്ട് വേറൊരു ഭാഷയിൽ വന്നിട്ട് അതെടുത്ത് അവിടുത്തെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയാൽ അവർക്കത് പരിചയപ്പെട്ട സിനിമയായിരിക്കും. മഞ്ഞുമൽ വോയിസ് ഇപ്പോൾ തമിഴിലെടുത്തിട്ട് ഒരു കാര്യമില്ല, കാരണം അവിടെയും അത് അത്രയും ആളുകൾ തിയേറ്ററിൽ തന്നെ കണ്ടു. അതുപോലെയാണ് ഒറിജിനൽ തന്നെ കാണും. എന്നാൽ ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ ഈ സിദ്ധാന്തങ്ങൾ ഓരോന്നും ഓരോ ഘട്ടത്തിലും തെറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ദൃശ്യം തമിഴിലൊഴികെ ബാക്കി എല്ലായിടത്തും മറ്റ് സംവിധായകരാണ്, ജിത്തു ജോസഫ് അല്ല സംവിധാനം ചെയ്തത്. തമിഴിൽ ജിത്തു ജോസഫ് പാപനാശം എന്ന പേരിൽ കമലഹാസനെ വെച്ച് ചെയ്തു. കന്നഡയിൽ P. വാസു ദൃശ്യ എന്ന പേരിൽ, തെലുങ്കിൽ ശ്രീപ്രിയ ദൃശ്യം എന്ന പേരിൽ, ഹിന്ദിയിലും നിഷികാന്ത് കമ്മത്ത് ദൃശ്യം എടുത്തു. അവിടെ വൻ ഹിറ്റായി. പിന്നാലെ സിംഹള, ചൈനീസ്, ഇങ്ങനെ പല ഭാഷകളിൽ ദൃശ്യം എത്തി. രണ്ടാം ഭാഗവും സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയി. മോഹൻലാലിൻ്റെ വലിയ തിരിച്ചുവരവിന് കൂടി കാരണമായ സിനിമയാണ് ഒന്നാമത്തെ ദൃശ്യം. അതിമാനുഷ കഥാപാത്രങ്ങളിലൂടെയും വമ്പൻ പൊളിഞ്ഞുപോയ പ്രൊജക്റ്റുകളിലൂടെയും പഴയ മോഹൻലാൽ എന്ന പേരുദോഷം കേൾപ്പിച്ച കാലത്താണ് ദൃശ്യം അങ്ങോട്ടേക്ക് എത്തുന്നത്. മമ്മൂട്ടിയെ സങ്കല്പിച്ച് രൂപപ്പെടുത്തിയ കഥാപാത്രം പിന്നീട് മോഹൻലാലിലേക്ക് എത്തുകയായിരുന്നു എന്നൊക്കെ ജിത്തു ജോസഫിനെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 2011 മുതൽ ഈ വൻ ദുരന്തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെ അടുത്തേക്ക് ഇത് എത്തുന്നത്. കാസനോവയും കർമ്മയോധയും ലോക്പാലും റെഡ് വൈനും ലേഡീസ് ആൻഡ് ജെന്റിൽമാനും ഗീതാഞ്ജലിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷമുള്ള സമയം. അതിനിടയിൽ ഗ്രാൻഡ് മാസ്റ്റർ പോലെ അപൂർവം ഒരു വിജയം നമുക്ക് ചൂണ്ടിക്കാണിക്കാനും പറ്റും. ചെറിയ വിജയങ്ങളാണ്. അപ്പോഴും 2013 ഡിസംബറിൽ ദൃശ്യം വരുന്നത്. ദൃശ്യം മോഹൻലാലിൻ്റെ അതുവരെയുള്ള ക്ഷീണമൊക്കെ തീർത്തു. മലയാളത്തിലെ ആദ്യ 50 കോടി പടമായി മാറി. ദൃശ്യം 3 വരുമ്പോൾ ഈ ചോദ്യം പ്രധാനമാണ്. പിന്നീട് വന്ന നിരവധി സിനിമകൾ വമ്പൻ ബോക്സ് ഓഫീസ് ചലനങ്ങൾ ഉണ്ടാക്കി. 300 കോടി പടം വരെ മലയാളത്തിൽ നിന്നുണ്ടായി. സിനിമ കുറേ കൂടി വലുതായി. അതുവരെ ഉണ്ടാക്കിയ വമ്പൻ റെക്കോർഡുകൾ നിലനിൽക്കെ പുതിയ കാലത്ത് അവസാനമായി ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3 മുൻ സിനിമകളുടെ നിലവാരം കാത്തുസൂക്ഷിക്കുമോ എന്നതാണ് ചോദ്യം. ഒന്നാം ഭാഗം വമ്പൻ ഹിറ്റായി. രണ്ടാം ഭാഗം OTT ആയതുകൊണ്ട് തിയേറ്റർ അനുഭവം ഉണ്ടായില്ല, എന്നാൽ നല്ല അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ട് തന്നെ മൂന്നാം ഭാഗം തിയേറ്ററിലേക്ക് വരുമ്പോഴുള്ള ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. കുറ്റകൃത്യ സിനിമകളുടെ ഒരു പരമ്പരക്കാലത്തിന് ശേഷമാണ് ദൃശ്യം 3 വരുന്നത് എന്ന വെല്ലുവിളിയും ഈ ജിത്തു ജോസഫിൻ്റെ മുന്നിലുണ്ട്. ഗംഭീരമായ സിനിമകളാണ് ജിത്തു ജോസഫിൻ്റെ ഭൂരിഭാഗവും. കുറ്റകൃത്യങ്ങളെക്കുറിച്ചാകുമ്പോൾ അത് മികച്ച നിലയിലേക്ക് ഉയരുകയും ചെയ്യാറുണ്ട്. കഥാപാത്രങ്ങൾക്കും സന്ദർഭങ്ങൾക്കും വൈകാരികാവസ്ഥ കനപ്പെട്ടതായിരിക്കും എന്നതാണ് ജിത്തു സിനിമകളെ മികവുറ്റതാക്കുന്നത്. ആദ്യ സിനിമ ഡിറ്റക്റ്റീവിലൂടെ അപ്രതീക്ഷിതമായ ഒരാഘാതം അദ്ദേഹം നൽകി. സുരേഷ് ഗോപിയെ മുൻനിർത്തി ഗംഭീര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചൊരു കുറ്റകൃത്യവും അതിനെ അനാവരണം ചെയ്തതും നമ്മൾ കണ്ടു. രണ്ടാമത്തെ മമ്മി ആൻഡ് മീ, മൂന്നാമതായി മൈ ബോസും വ്യത്യസ്ത സമീപനമുള്ളവയായിരുന്നു. കുടുംബവും കുട്ടികളും കോമഡിയൊക്കെ ചേർന്നവ. എന്നാൽ നാലാമത്തെ മെമ്മറീസിലൂടെ വീണ്ടും തൻ്റെ ത്രില്ലർ ആവേശം അദ്ദേഹം പരീക്ഷിച്ചു പൃഥ്വിരാജിനെ വെച്ച്. അഞ്ചാമത്തെ പടത്തിലൂടെ മലയാളിയുടെ സിനിമാസ്വാദനം ജീവിതത്തിൽ അസാധാരണമായൊരു യാത്ര ആരംഭിച്ചു ദൃശ്യത്തിലൂടെ. അതുവരെ ഉള്ളതുപോലത്തെ ഒരു ജിത്തു ജോസഫ് സിനിമ എന്ന് കരുതിയ ആസ്വാദകന് അപ്രതീക്ഷിതമായി ലോട്ടറിയായി കിട്ടിയ ഒരു ആസ്വാദനം. പിന്നീട് 15ഓളം സിനിമകൾ ജിത്തു ജോസഫ് എടുത്തിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ മേലെ ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് അതിനെ മറികടക്കാൻ പറ്റാത്ത വിധത്തിലും ദൃശ്യവും ജോർജ് കുട്ടിയും ഒക്കെ ജിത്തു ജോസഫിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും നിൽക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് ആ സിനിമക്കായി നമുക്ക് കാത്തിരിക്കാം. വിട. നന്ദി, നമസ്കാരം.